നമസ്തേ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനെത്തിയ CIA ചാരൻ പിടിയിലായി. ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. साहब पकड़ लिए हैं। കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ആളുകളെ ഞെട്ടിച്ച ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കാലിൽ കയറുകെട്ടി നാട്ടുകാരുടെയും സുരക്ഷാ സേനയുടെയും അകമ്പടിയോടെ ഒരാളെ കൊണ്ടുപോകുന്ന ഈ ദൃശ്യങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അതീവ ഗൗരവമുള്ള ഒരു കഥയാണ്. ആരാണ് ഈ മനുഷ്യൻ? എന്തിനാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത്? എന്തുകൊണ്ടാണ് നേപ്പാൾ അതിർത്തിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ശരിക്കും ഇയാൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ആളാണോ? കാലിഫോർണിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ശ്രീലങ്കയിലൂടെയും ഗോവയിലൂടെയും ബംഗളൂരുവിലൂടെയും ഒടുവിൽ നേപ്പാൾ അതിർത്തി വരെ നീണ്ട ഒരു ദുരൂഹയാത്ര. ഒരു പാസ്പോർട്ട് ഇല്ലാതെ, ഒരു വിസയില്ലാതെ, വ്യാജ തിരിച്ചറിയലുകളുടെയും സംശയകരമായ നീക്കങ്ങളുടെയും നടുവിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ എങ്ങനെ ഈ നീക്കം പൊളിച്ചടുക്കി? ഇത് വെറും ഒരു അറസ്റ്റിന്റെ കഥയില്ല. അതിർത്തികൾക്കപ്പുറം നീളുന്ന രഹസ്യ നീക്കങ്ങളുടെയും ആധുനിക ചാരവേട്ടയുടെയും ഇന്ത്യയുടെ കരുത്തുറ്റ സുരക്ഷാ സംവിധാനത്തിന്റെയും കഥയാണ്. അപ്പോൾ വൈറലായ ഈ വീഡിയോയ്ക്ക് പിന്നിലെ യഥാർത്ഥ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനെത്തിയ CIA ചാരനെ പിടികൂടിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഉത്തർപ്രദേശിൽ നിന്നും നേപ്പാളിലേക്ക് കടക്കും വഴിയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ കാലിൽ കയറുകെട്ടി ആൾക്കൂട്ട അകമ്പടിയോടെ കൂട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ വൈറലായിരുന്നു. ഇൻഡോ നേപ്പാൾ അതിർത്തി കാക്കുന്ന കേന്ദ്രസേനയായ SSB ആണ് ഇയാളെ പിടികൂടിയത്. മോദിയെ വധിക്കാനെത്തുന്ന 10ാമത്തെ ചാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ പേര് ജോർദാൻ ബ്രൗൺ എന്നാണ് റിപ്പോർട്ട്. ചോദ്യം ചെയ്യലിൽ ഇയാളുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചിലത് വെളിപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഒരു ചൈനീസ് പാസ്പോർട്ടും AI ഉപകരണവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. തൽക്കാലം ഇയാളെ ഉത്തർപ്രദേശിലെ സൊണോലി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മോദിയെ വധിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് സ്ഥിരീകരിക്കുന്നത്. മോദിയെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിലെ പ്രധാനികളെ വകവരുത്തുക എന്ന CIA വമ്പൻ പദ്ധതിയുടെ ഭാഗമാണ് ജോർദാൻ ബ്രൗണും എത്തിയിരിക്കുന്നത്. US നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ പൈലറ്റ് ആയിരുന്നുവെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പിലും ജോലി ചെയ്തിരുന്നു. 36 വയസ്സ് മാത്രം പ്രായമുള്ള ജോർദാൻ ബ്രൗൺ കാലിഫോർണിയ സ്വദേശിയാണ്. ഇയാളുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടോ വിസയോ ഇല്ലായിരുന്നെന്നും പറയുന്നു. അതേസമയം ഒരു ചൈനീസ് പാസ്പോർട്ട് കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. തായ്ലൻഡിൽ വെച്ച് പാസ്പോർട്ടും വിസയും നഷ്ടമായെന്നാണ് ഇയാൾ പറയുന്നത്. അവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് കപ്പൽ മാർഗം എത്തിയതായി പറയുന്നു. പിന്നീട് ശ്രീലങ്കയിൽ നിന്നും കപ്പൽ വഴി ഗോവയിലെത്തി. അവിടെ 3 മാസം തങ്ങിയിരുന്നു. പിന്നീട് അവിടെ നിന്നും ബംഗളൂരുവിലെത്തി. ഇവിടെ നിന്നും ഒരു ബസ്സിൽ ഉത്തർപ്രദേശിലെ അതിർത്തി ജില്ലയിലെ മഹാരാജ് ഗഞ്ചിലെ സൊണോലിയിൽ എത്തുകയായിരുന്നു. പിന്നീട് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റിലായത്. നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന നഗരം എല്ലാവിധ അന്താരാഷ്ട്ര ചാര സംഘടനകളുടെ വിളനിലമാണ്. നേപ്പാൾ അതിർത്തിയിൽ സൈന്യം പരിശോധിച്ചപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഓടിച്ചിട്ട് പിടികൂടിയത്. നാട്ടുകാരും ഇയാളെ പിടികൂടാൻ സൈന്യത്തെ സഹായിച്ചിരുന്നു. അതിനുശേഷമാണ് ദേഹത്ത് കയറുകെട്ടി കൊണ്ടുപോയത്. ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ ഒരു ഇന്ത്യക്കാരിയെ ഇറ്റലിയിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നതായും ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ ഈ കഥ ഒന്നും വിശ്വസനീയമല്ല. പാസ്പോർട്ടും വിസയും ഇല്ലാതെ ഇന്ത്യയിൽ എങ്ങനെ ഇയാൾക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു? അവിടെയാണ് ഇയാളുടെ തന്ത്രം വെളിവാകുന്നത്. കടലിലൂടെ, കപ്പൽ വഴി യാത്ര ചെയ്യുക, അതുപോലെ ബസ്, ഓട്ടോറിക്ഷ എന്നീ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്നതായിരുന്നു ഇയാളുടെ രീതി. അവിടെ ID പരിശോധന ഇല്ലാത്തതിനാൽ പിടിക്കപ്പെടാതെ മുന്നോട്ട് പോവുകയായിരുന്നു. വിമാനയാത്ര ഒഴിവാക്കുന്നത് തന്നെ സംശയകരമാണ്. ഇങ്ങനെയൊരുത്തനെ പിടികൂടുന്നതിന് പിന്നിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പുതിയ രഹസ്യാന്വേഷണ സംവിധാനമാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യസുരക്ഷയുടെ അദൃശ്യ കരുത്ത്. ഒരു രാജ്യത്തിന്റെ സുരക്ഷ അതിന്റെ സൈനിക ശക്തിയിലോ ആയുധശേഖരത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും ഭീകരാക്രമണങ്ങൾ തടയാനും രാജ്യത്തിന്റെ തന്ത്രപ്രധാന വിവരങ്ങൾ സംരക്ഷിക്കാനുമുള്ള ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്. ഇന്ത്യക്കും ആഭ്യന്തര വിദേശ സുരക്ഷ ഉറപ്പാക്കാൻ ലോകോത്തര നിലവാരമുള്ള നിരവധി രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ. 1887 സ്ഥാപിതമായ ഇന്റലിജൻസ് ബ്യൂറോ IB ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ആഭ്യന്തര സുരക്ഷ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യത്തിനകത്തെ ഗൂഢാലോചനകൾ കണ്ടെത്തൽ, അതിർത്തി മേഖലകളിലെ നീക്കങ്ങൾ നിരീക്ഷിക്കൽ എന്നിവയാണ് IBയുടെ പ്രധാന ചുമതലകൾ. ആഭ്യന്തര സുരക്ഷയുടെ ആദ്യ പ്രതിരോധ വലയമായി ഈ ഏജൻസിയെ കണക്കാക്കുന്നു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് RAW. 1968 രൂപീകരിക്കപ്പെട്ട റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ RAW ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ്.
വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുക, ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക, ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് റോയുടെ പ്രധാന ചുമതലകൾ. 1971 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലും ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലും റോ നിർണായക പങ്കുവഹിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണൽ ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്നായാണ് റോയെ പല വിദഗ്ധരും വിശേഷിപ്പിക്കുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി (NIA). 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA രൂപീകരിക്കപ്പെട്ടത്. തീവ്രവാദം, രാജ്യദ്രോഹം, അന്തർദേശീയ കുറ്റകൃത്യങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ അന്വേഷിക്കാനുള്ള പ്രത്യേക അധികാരമാണ് ഈ ഏജൻസിക്കുള്ളത്. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി (DIA). ഇന്ത്യൻ സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളായ കര, നാവിക, വ്യോമ സേനകളുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി. അതിർത്തി മേഖലകളിലെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിലും ദേശീയ പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും DIA നിർണായക പങ്കുവഹിക്കുന്നു. നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ (NTRO). ഉപഗ്രഹങ്ങൾ, സൈബർ സാങ്കേതികവിദ്യ, ഇലക്ട്രോണിക് നിരീക്ഷണം തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവരശേഖരണം നടത്തുന്ന ഏജൻസിയാണ് NTRO. രാജ്യത്തിന്റെ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായക വിവരങ്ങൾ കൈമാറുന്നതിലും ഈ സ്ഥാപനം പ്രധാന പങ്കുവഹിക്കുന്നു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് (DRI). കള്ളക്കടത്ത്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, നികുതി വെട്ടിപ്പ്, അനധികൃത സ്വർണ്ണക്കടത്ത് തുടങ്ങിയവ തടയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഏജൻസിയാണ് DRI. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഭീകരവാദം, അതിർത്തി പ്രശ്നങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, അന്തർദേശീയ ഗൂഢാലോചനകൾ എന്നിവയെ നേരിടാൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ റോ, IB, NIA തുടങ്ങിയ ഏജൻസികൾ നിരവധി ഭീകരാക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തടഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതിനാൽ ലോകത്തിലെ ശക്തമായ ഇന്റലിജൻസ് ശൃംഖലകളിൽ ഒന്നായി ഇന്ത്യയുടെ സംവിധാനങ്ങൾ വളർന്നു വരികയാണ്. എന്നിരുന്നാലും ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ യഥാർത്ഥ ശക്തി പൊതുജനങ്ങൾ അറിയാത്ത അതിന്റെ വിജയങ്ങളിലാണ്. പുറത്തറിയാത്ത നിരവധി ദൗത്യങ്ങളിലൂടെയും സുരക്ഷാ പ്രവർത്തനങ്ങളിലൂടെയും ഇന്ത്യയുടെ ഈ അദൃശ്യ കരുത്ത് രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ജോർദാൻ ബ്രൗണിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ കഥയിൽ എത്രത്തോളം സത്യവും എത്രത്തോളം അഭ്യൂഹങ്ങളും ആണുള്ളത് എന്ന് വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിലൂടെ മാത്രമേ വ്യക്തമായി പറയാൻ കഴിയൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യസുരക്ഷ എന്നത് അതിർത്തിയിൽ തോക്കുപിടിച്ചു നിൽക്കുന്ന സൈനികരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. രാജ്യത്തിന്റെ ഓരോ കോണിലും, ജനങ്ങൾ കാണാത്ത ഇടങ്ങളിലും രാവും പകലും പ്രവർത്തിക്കുന്ന ഒരു വലിയ രഹസ്യാന്വേഷണ ശൃംഖലയുടെ കരുത്താണ് ഇന്ത്യയുടെ സുരക്ഷയുടെ അടിത്തറ. ലോകം ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളുടെ സ്വഭാവം മാറി, ആക്രമണങ്ങളുടെ രീതികൾ മാറി, ഭീഷണികൾ ഇനി അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ചാരവൃത്തി, അന്തർദേശീയ ഗൂഢാലോചനകൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, വിവരയുദ്ധങ്ങൾ, ഇങ്ങനെ പുതിയ വെല്ലുവിളികൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും മനുഷ്യവിഭവ ശേഷിയും ഉപയോഗിച്ച് നിരന്തരം ജാഗ്രത പാലിക്കുകയാണ്. IB, റോ, NIA, DIA, NTRO, DRI തുടങ്ങിയ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വാർത്തകളിൽ പോലും ഇടം പിടിക്കാറില്ല. എന്നാൽ പൊതുജനങ്ങൾ അറിയാതെ തന്നെ അനേകം ഭീഷണികളെ മുൻകൂട്ടി കണ്ടെത്തുകയും രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് അതിന്റെ ആയുധങ്ങളിലോ സൈനികരുടെ എണ്ണത്തിലോ മാത്രമല്ല, ശത്രുവിന്റെ അടുത്ത നീക്കം മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവിലുമാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓരോ വാർത്തയും ദൃശ്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാതെ അവയുടെ സത്യാവസ്ഥ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെല്ലാവർക്കുമുണ്ട്. കാരണം ഇന്നത്തെ ലോകത്ത് തെറ്റായ വിവരങ്ങളും വ്യാജ പ്രചാരണങ്ങളും പോലും ദേശീയ സുരക്ഷയെ ബാധിക്കാൻ ശേഷിയുള്ളവയാണ്. ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്ര ശക്തമാണെന്നതിന്റെ തെളിവുകൾ പലപ്പോഴും പൊതുജനങ്ങൾക്ക് മുന്നിലെത്താറില്ല. കാരണം ഏറ്റവും വിജയകരമായ രഹസ്യ ദൗത്യങ്ങൾ പലപ്പോഴും രഹസ്യമായി തന്നെ തുടരുന്നതാണ്. എന്നാൽ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായും ജനങ്ങൾ സമാധാനത്തോടെയും ജീവിക്കുന്ന ഓരോ നിമിഷത്തിന്റെയും പിന്നിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സംവിധാനങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ തത്തുമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.